എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ്സ് ടാരോ റീഡിങ്ങിൻ്റെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതമല്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് ഡിവൈൻ തരുന്ന മെസ്സേജിനെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പം ഇന്ന് ഞാനിവിടെ കാർഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ ഡിക്ലൈമർ പറയാണ് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ബോട്ടത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ, 7 ഓഫ് വാൻഡ്സ് ആണ് പറയുന്നത്. അവിടെ ഒരു പരിശ്രമിക്കുന്ന ആൾ അവരെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പരിശ്രമം, നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിലായിരിക്കാം. ചില പഠിക്കുന്ന ആൾക്കാരുടെയൊക്കെ എനർജി വരുന്നുണ്ട്. അപ്പം പഠനത്തിലായിരിക്കാം. അപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എനർജി നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്കൊരു ആഘോഷം നിങ്ങൾക്ക് എന്തായാലും വരും എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു സമൃദ്ധി ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ബിസിനസ്സിലാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ നിൽക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുമോ, അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ബന്ധങ്ങളിലാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നന്നായിട്ട് പോകുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ, മറ്റുള്ളവർ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ഇടപെടുന്നുണ്ടാവും, നല്ല രീതിയിലല്ലാത്ത രീതിയിൽ. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു കിങ്ങിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം ഒരു ലോജിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു നീതിപരമായ തീരുമാനം നിങ്ങളെടുത്ത് ആണ് നിങ്ങൾ പല പരിശ്രമങ്ങളും ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു സമൃദ്ധി ഉണ്ടാവും. അതാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് കേട്ടോ. അതിനൊരു സമൃദ്ധിയും ഒരു ആഘോഷവും നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ വരും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യമാണെങ്കിലും അവിടെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങളെ ഒരു വിധിയോടുകൂടി അല്ലാണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം, ഒരു ന്യായമായ വിധി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതാണ്. അപ്പം നിങ്ങൾ എന്ത് പരിശ്രമമാണെങ്കിലും അതിൽ കുറേ പിറ്റ്ഫോൾസ് ഉണ്ടാവും. അതാണ് നമ്മുടെ 7 ഓഫ് സ്വാർഡ്സ് പറയുന്നത്. അപ്പം പിറ്റ്ഫോൾസും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളെ ചതി കുഴിയിലാക്കുന്ന കുറേ ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ടാവാം, എല്ലാം പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു നീതി ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങളൊരു വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാനും, പിന്നെ അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള വിധിയിലേക്ക് പോകാനും, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനും ഇടയുണ്ട്. അതിനുള്ള സമൃദ്ധി ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ നിങ്ങൾക്ക് കൊണ്ടുത്തരും. അതിനുള്ള ആഘോഷവും നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ, എന്ത് സാഹചര്യമാണെങ്കിലും അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഭഗവാൻ പറയുന്ന പോലെ, ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന പോലെ, നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിയിൽ ചെയ്യുക. അതിൻ്റെ ബലം ഇച്ഛിക്കുകയും വേണ്ട. പക്ഷേ അതിനുള്ള ബലം, ഇപ്പം ഒരു ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആരെന്ത് ചെയ്താലും അല്ലേ, നമ്മൾ ചുറ്റുമുള്ള ആയിരിക്കാം, അല്ല നമ്മൾ തന്നെ ആയിരിക്കാം, നമ്മൾ എന്തെങ്കിലും ഒരു കഠിനമായി പരിശ്രമിച്ചൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നടക്കും. അതിനുള്ള ബലം തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ. അപ്പം അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അപ്പം രാവിലെ എണീക്കുമ്പോൾ എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ 5 കാര്യങ്ങൾക്ക് നന്ദി പറയുക. എത്ര കാര്യങ്ങൾക്ക് വേണേൽ നന്ദി പറയാം കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, മിനിമം ഒരു 5 കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ നന്ദി പറയുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ സമർപ്പിക്കുക. പറയുന്ന പോലെ തന്നെ ഗ്രൗണ്ടിങ് ചെയ്യുക, എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. നമ്മുടേതായിട്ടൊന്നുമില്ല, എൻ്റെ എന്നുള്ളൊരു ചിന്ത നമ്മൾ അവോയ്ഡ് ചെയ്യുക. മറ്റുള്ളവരിൽ ഒത്തിരി ആശ്രയിക്കാതിരിക്കുക.
എല്ലാവരെയും സ്നേഹിക്കുക, പക്ഷെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നല്ലൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. അപ്പം എല്ലാവരോടും ചാനൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.